ഹലോ ഫ്രണ്ട്സ്, സ്പെഷ്യലി ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. വിശേഷാവസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വട്ടയപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് അവതരിപ്പിക്കുകയാണ് അമ്മച്ചി ഇന്നിവിടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വട്ടയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടി കുതിർത്ത പച്ചരി 4-5 മണിക്കൂർ കുതിർക്കണം. ശരിക്കും പച്ചരി അടിക്കണമെങ്കിൽ അതിന് വേണ്ട പച്ചരി. പിന്നെ അതിന് ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ ഒരു നാളികേരം ചിരവിതാണ് എടുത്തേക്കണേ. പിന്നെ അതിന് വേണ്ട പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ നമുക്ക് ഉണ്ടാക്കണം നേരത്തെ കുറച്ച് ഏലക്കായ പൊടിച്ചിടണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചോറ് ഞാൻ കപ്പി കുറുക്കിയിട്ടില്ല. അതായത് നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി കുറുക്കി നമ്മൾ മിക്സിയിൽ അടിക്കും. അതിന് പകരം ഞാൻ ചോറ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മിക്സിയിൽ അടിച്ച് നല്ലപോലെ അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പച്ചരി എൻ്റെ മിക്സിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരുമിച്ച് ഇടുന്നില്ല, കാരണം ഒന്നിച്ചിടാന്ന് വെച്ചാൽ നമുക്ക് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യമായിട്ട് ഞാൻ അടിക്കുന്നത്, കാരണം നാളികേരം എല്ലാം കൂടി ആകുമ്പോൾ മിക്സിയിൽ അധികമാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി ഇട്ടു. പിന്നെ ഈ നാളികേരം ഒരുമിച്ച് ഇടുന്നില്ല, പല പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട് അടിക്കാമെന്ന് വിചാരിക്കണം. പിന്നെ അതിന് വേണ്ടി പിന്നെ ഈ ചോറ് ഞാൻ ഇതിലേക്കിപ്പോൾ 1 സ്പൂൺ ചോറ്, 1.5 സ്പൂൺ ചോറ് ആദ്യത്തെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈസ്റ്റ് ഒരുമിച്ച് ഇടണേ. അത് ഞാൻ 3/4 സ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുത്തേക്കണേ. അത് ഞാൻ ഇത് മുഴുവൻ ഇതിലേക്ക് വേണ്ടി ഒരു സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് വേണ്ടി വരും. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് ഒരുമിച്ച് ഇടണം. പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപ്പ് വേണ്ടി വരും. പിന്നെ ഇത് ഞാൻ 2 ഗ്ലാസ് നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തേക്കണേ. അത് മധുരം കുറവ് മതി എന്നുള്ളവർക്ക് അങ്ങനെ മതി. നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മതി. അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വട്ടയപ്പത്തിന് ഒരിക്കലും കൂടാൻ പാടില്ല. അത് ഒരു കണക്ക് വെച്ച് വേണം വെള്ളം ഒഴിക്കണമെങ്കിൽ. വെള്ളം ഇപ്പോൾ നമ്മൾ അളന്നിട്ട് തന്നെ ഒഴിക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണേ. ഇതിൽ കൂടുതലാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 2ാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ നമുക്ക് ഇത്ര വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് നോക്കാം, ഒന്ന് ഇളക്കിയൊക്കെ നോക്കി അതിൻ്റെ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നോക്കാം. എനിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും, എന്നാലേ അത് ശരിക്കും അടിക്കാൻ പറ്റുള്ളൂ. 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എത്രത്തോളം ഇനി വേണമെന്ന് നോക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. ബാറ്ററി ശരിയായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വട്ടയപ്പത്തിന് ഈ ഒരു പാകമാണ് വേണ്ടത്. വളരെയധികം ലൂസാവാൻ പാടില്ല, ഇത്തിരി കട്ടിയിൽ വേണം വീഴാനായിട്ട്. പിന്നെ ഇതൊരു 5 മണിക്കൂർ നേരമെങ്കിലും നമ്മളിത് പൊന്താനായിട്ട് വെക്കണം. വേനൽക്കാലമാണെന്ന് വെച്ചാൽ അത്ര വരില്ല, പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരു 5 മണിക്കൂർ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇപ്പം നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇത് കണ്ടമാനം ഇളക്കാൻ പാടില്ല. അത് നല്ല പോലെ അടിതട്ടി ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ഏലക്കായ നമുക്ക് ഉണ്ടാക്കണേക്കാളും മുമ്പ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. പിന്നെ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നുള്ളവർക്ക് ഇത് പകുതി വേവാകുമ്പോൾ മൂടിയെ മാറ്റി മേലെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് പിന്നെ മൂടി വെച്ച് വേവിക്കാം. തുടക്കത്തിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടാൻ പാടില്ല. വെന്ത് ഉറച്ചതിന് പകുതി വേവാകുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി വീറ്റി നമുക്ക് വേവിക്കാം. അതിലേക്ക് ഒഴിക്കണ്ടേ ഒരു 1.5 കയ്യിൽ വെച്ച് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് അതിലാണ് ഇരുന്ന് വീർത്ത് വരും. ഇപ്പോൾ ഞാനിത് 1.5 കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 തട്ടുള്ളൊരു ഇതിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു 3 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് സ്റ്റീമറിൽ വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിക്കണം. 20 അല്ലെങ്കിൽ 25 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 2 കയ്യിൽ ഒഴിച്ചാൽ മതി. അതിപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ എത്ര വലിപ്പമുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം.
എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ മാവ് ഒഴിക്കുന്നേക്കാളും മുമ്പ് നമ്മുടെ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് എടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഞാനിതൊരു സ്റ്റീമറിൽ വെക്കാൻ പോവാം. അപ്പം നമ്മുടെ വട്ടയപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടാറിയിട്ട് നമ്മൾ അടർത്താൻ പാടുള്ളൂ. അതുപോലെ സ്പൂൺ വെച്ചോ കത്തി വെച്ചോ നമ്മൾ ഇങ്ങനെ 4 പുറം വിടിയിച്ച് നമുക്ക് അടർത്തിയെടുക്കണം. പിന്നെ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണത്. പിന്നെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. വളരെ നാളികേരം പാല് പിഴി ഒന്നും വേണ്ട. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.